കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യാം. ഒരു പുതിയ പ്രോജക്റ്റിനായി ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. ഇവയിൽ നിന്നും 9:16 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് കൊടുക്കുക. ഇമേജ് അസസിൽ നിന്നും ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുക. ഈ ലെയറിന്റെ ഡ്യൂറേഷൻ വീഡിയോയ്ക്ക് വേണ്ടതായ ഏകദേശം 30 സെക്കൻഡോളമായി എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും വീഡിയോയ്ക്ക് വേണ്ട ആദ്യത്തെ ഇമേജ് ഓപ്പൺ ചെയ്യുക. സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാങ്കിൾ കൊടുക്കുക. ഈ ഇമേജ് ലെയറിന്റെ ഡ്യൂറേഷനും ബാക്ക്ഗ്രൗണ്ട് ലെയറിന്റെ ഡ്യൂറേഷന് അനുസൃതമായി എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. ഈ എഡിറ്റിംഗിനായി 3 ഇമേജുകളാണ് നാം ഉപയോഗിക്കുവാൻ പോകുന്നത്. കർസർ ടൈം ലൈനിന്റെ ബിഗിനിങ്ങിൽ നിന്നും ഏകദേശം 10 സെക്കൻഡ് വരുന്ന പോയിന്റിൽ കൊണ്ടുവന്ന് നിർത്തുക. ഈ പോയിന്റ് ബുക്ക് മാർക്ക് ചെയ്യുന്നതിന് പ്ലേ ഹെഡിന് മുകളിൽ ചെറുതായി ലോങ് പ്രസ് ചെയ്യുക. ടൈം ലൈനിൽ നിന്നും ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ട്രിം ഓർ സ്പ്ലിറ്റ് സെലക്ട് ചെയ്യുക. സ്പ്ലിറ്റ് കൊടുക്കുക. റീപ്ലേസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. രണ്ടാമതായി വരേണ്ട ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇമേജ് റീപ്ലേസ്ഡ് ആയിട്ടുണ്ട്. കർസർ ഈ ലെയറിന്റെ ബിഗിനിങ്ങിൽ നിന്നും ഏകദേശം 10 സെക്കൻഡ് വരുന്ന പോയിന്റിൽ കൊണ്ടുവന്ന് നിർത്തുക. ഈ പോയിന്റും ബുക്ക് മാർക്ക് ചെയ്യുന്നതിന് പ്ലേ ഹെഡിന് മുകളിൽ ചെറുതായി ലോങ് പ്രസ് ചെയ്യുക. ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ട്രിം ഓർ സ്പ്ലിറ്റ് സെലക്ട് ചെയ്യുക. സ്പ്ലിറ്റ് കൊടുക്കുക. റീപ്ലേസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. മൂന്നാമതായി വരേണ്ട ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇമേജ് റീപ്ലേസ്ഡ് ആയിട്ടുണ്ട്. ഇവിടെ വീഡിയോയ്ക്ക് വേണ്ട 3 ഇമേജുകളും വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. കർസർ ഈ ലെയറിന്റെ ബിഗിനിങ്ങിൽ നിന്നും ഏകദേശം 3 സെക്കൻഡ് വരുന്ന പോയിന്റിൽ കൊണ്ടുവന്ന് നിർത്തുക. പ്ലേ ഹെഡിന് മുകളിൽ ചെറുതായി ലോങ് പ്രസ് ചെയ്ത് ഈ പോയിന്റ് ബുക്ക് മാർക്ക് ചെയ്യുക. ഈ രീതിയിൽ മറ്റുള്ള ഇമേജുകളുടെ ബിഗിനിങ്ങിൽ നിന്നും 3 സെക്കൻഡ് മുന്നോട്ടുള്ള പോയിന്റുകൾ ബുക്ക് മാർക്ക് ചെയ്യുക. ഇവിടെ എല്ലാ പോയിന്റുകളും ബുക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ടൈം ലൈനിന് മുന്നിലെത്താം. ആദ്യത്തെ ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും അഡ്ജസ്റ്റ്മെന്റ് സെലക്ട് ചെയ്യുക. സാച്ചുറേഷൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇമേജിന്റെ സാച്ചുറേഷൻ ലെവൽ മാക്സിമം കുറച്ചു വെക്കുക. ബ്രൈറ്റ്നസ് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇമേജിന്റെ ബ്രൈറ്റ്നസ് നിങ്ങൾക്ക് വേണ്ട വിധം കുറച്ചു വെക്കുക. മറ്റു 2 ഇമേജുകൾക്കും ഇതേ എഫക്റ്റ് ലഭിക്കുന്നതിന് അപ്ലൈ ടു ഓൾ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എല്ലാ ഇമേജുകളിലും എഫക്റ്റ് അപ്ലൈഡ് ആയിട്ടുണ്ട്. ടൈം ലൈനിന് മുന്നിലെത്താം. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ഗ്രീൻ സ്ക്രീൻ ഇമേജ് ഓപ്പൺ ചെയ്യുക. ഈ എഡിറ്റിംഗിനായി ഉപയോഗിച്ചിട്ടുള്ള ഇത്തരം എല്ലാവിധ മെറ്റീരിയൽസിനുമായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. സ്ക്രീനിൽ നിന്നും ഈ ഇമേജിന്റെ സൈസ് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് ലെഫ്റ്റ് സൈഡ് ചേർത്ത് ഈ രീതിയിൽ ഹൈഡ് ചെയ്ത് വെക്കുക. ടൈം ലൈനിൽ നിന്നും ഈ ലെയറിന്റെ ഡ്യൂറേഷനും മുകളിലത്തെ ലെയറുകളുടെ ഡ്യൂറേഷന് സമമായി എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. ടെംപ്ലേറ്റ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. കർസർ ടൈം ലൈനിന്റെ ബിഗിനിങ്ങിൽ നിന്നും ഇതുപോലെ ഒരു ചെറിയ ദൂരം മുന്നോട്ട് വെക്കുക. ആനിമേഷന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് അടയാളപ്പെടുത്തുന്നതിന് ഈ ആനിമേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. കർസർ ആദ്യത്തെ ബുക്ക് മാർക്കിന് മുകളിലായി കൊണ്ടുവന്ന് വെക്കുക. സ്ക്രീനിൽ നിന്നും ഈ ഇമേജ് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യിച്ച് ഈ രീതിയിൽ ഹൈഡ് ചെയ്ത് നിർത്തുക. കർസർ ഇവിടെ നിന്നും അടുത്ത ബുക്ക് മാർക്കിന് മുകളിലായി, അതായത് രണ്ടാമത്തെ ഇമേജിന്റെ ബിഗിനിങ്ങിലായി കൊണ്ടുവന്ന് വെക്കുക. സ്ക്രീനിൽ നിന്നും ഈ ഇമേജ് ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യിച്ച് ഹൈഡ് ചെയ്ത് നിർത്തുക. ബാക്കിയുള്ള ഓരോ ബുക്ക് മാർക്കുകൾക്കും മുകളിലായി കർസർ വെച്ചുകൊണ്ട് ഈ ആനിമേഷൻ സ്റ്റെപ്പുകൾ അതുപോലെ തന്നെ ആവർത്തിക്കുക. ഇവിടെ എല്ലാ ഇമേജുകൾക്കും വേണ്ട ആനിമേഷൻ സ്റ്റെപ്പുകളും നൽകി കഴിഞ്ഞിട്ടുണ്ട്. എഡിറ്റിംഗിന്റെ ആദ്യഘട്ടം കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രോജക്റ്റ് എക്സ്പോർട്ട് ചെയ്യിക്കുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യുക. സേവ് ആസ് വീഡിയോ കൊടുക്കുക. എക്സ്പോർട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട്.
ഈ വിൻഡോ ക്ലോസ് ചെയ്ത് പ്രോജക്റ്റിലേക്ക് തിരികെ എത്താം. ടൈം ലൈനിൽ നിന്നും ഗ്രീൻ സ്ക്രീൻ ടെംപ്ലേറ്റ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ഡിലീറ്റ് കൊടുക്കുക. ആദ്യത്തെ ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും അഡ്ജസ്റ്റ്മെന്റ് സെലക്ട് ചെയ്യുക. ഇമേജിന്റെ ബ്രൈറ്റ്നെസ്സും സാച്ചുറേഷനും 0 ആക്കി മാറ്റുക. ഇപ്പോൾ ഇമേജ് വീണ്ടും കളറായി മാറിയിട്ടുണ്ട്. ബാക്കിയുള്ള ഇമേജുകളും ഇതുപോലെ കളറാക്കി മാറ്റുന്നതിന് അപ്ലൈ ടു ഓൾ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എല്ലാ ഇമേജുകളും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്നും കളറായി മാറിയിട്ടുണ്ട്. നിങ്ങളുടെ കൈൻമാസ്റ്റർ എക്സ്പോർട്ട് ഫോൾഡറിൽ നിന്നും ഇപ്പോൾ നാം എക്സ്പോർട്ട് ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാങ്കിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ക്രോമ കീ സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ക്രോമ ഫംഗ്ഷൻസ് എനേബിൾ ചെയ്യുക. കീ കളർ ഇവിടെ ഗ്രീൻ കളർ തന്നെയാണ് സെലക്ട് ആയി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ടെംപ്ലേറ്റിലുള്ള ഗ്രീൻ കളർ നമുക്ക് വേണ്ട വിധം ഇല്ലാതെയായിട്ടുണ്ട്. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള പാർട്ടിക്കിൾ വീഡിയോ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാങ്കിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ബ്ലെൻഡിംഗ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ബ്ലെൻഡിംഗ് ഒപ്പാസിറ്റിയായി സ്ക്രീൻ സെലക്ട് ചെയ്യുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സെൻഡ് ബാക്ക്വേർഡ് കൊടുക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ബോർഡർ ലൈൻ ഇമേജ് ഓപ്പൺ ചെയ്യുക. സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാങ്കിൾ കൊടുക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷനും മുകളിലത്തെ ലെയറുകളുടെ ഡ്യൂറേഷന് അനുസൃതമായി എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. ഈ ഓഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോയ്ക്ക് അനുയോജ്യമായ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ മ്യൂസിക് സെലക്ട് ചെയ്യാം. ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. ടൈം ലൈനിലുള്ള എല്ലാ ലെയറുകളുടെയും ഡ്യൂറേഷൻ ഒരുപോലെ തന്നെ ആയിരിക്കുവാൻ ശ്രദ്ധിക്കുക. ടൈം ലൈനിന് മുന്നിലെത്തി വീഡിയോ പ്ലേ ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.